വെൽക്കം ടു ഓൾ. എല്ലാവർക്കും മാത്തമാറ്റിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ സമാന്തര ശ്രേണികൾ അരിത്തമെറ്റിക് സീക്വൻസസ് എന്നുള്ള പാഠഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിൻ്റെ അവസാന ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സംസ്, ടേംസ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുക. തുകകൾ, സംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ 3 ഇക്വേഷൻസ് നമ്മൾ പരിചയപ്പെട്ടതാണ്. Sn is equal to n/2 into 2x1 plus n-1 into d. തുക കാണാനുള്ള ഒരു ഇക്വേഷനാണ്. നമുക്ക് ആദ്യ പദവും അവസാന പദവും അറിയില്ല എങ്കിൽ, ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും അറിയില്ല എങ്കിൽ എത്ര പദങ്ങളുടെയും തുക കണ്ടെത്താൻ വേണ്ടിയിട്ട്, സമ്മ് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് അത്. ഇനി മധ്യപദം അറിഞ്ഞു കഴിഞ്ഞാൽ, സെൻറ്ററിലെ ടേം, മിഡിൽ ടേം നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തുകകൾ കണ്ടെത്താനുള്ള, സമ്മ് കണ്ടെത്താനുള്ള ഇക്വേഷനാണ് സെക്കൻഡ് ഇക്വേഷൻ. തേർഡ് ഇക്വേഷനോ, ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് തുകകൾ കണ്ടെത്താം, അതിനുള്ള ഇക്വേഷനാണ് മൂന്നാമത്തെ ഇക്വേഷൻ. ഇത് കൂടാതെ കുറച്ച് ഇക്വേഷൻസ് കൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുന്നുണ്ട്. നോക്കുക, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ പാറ്റേണുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളൊക്കെ ഈ പാഠഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട്. പാറ്റേണുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആദ്യത്തെ പാറ്റേൺ നോക്കുക, അതെല്ലാം സ്ക്വയർ പോലെയാണ് പോകുന്നത് അല്ലേ. മറ്റൊരു ട്രയാങ്കിൾ പോലെയാണ് പോകുന്നത്, 1 2 3 4 എന്ന് പറഞ്ഞിട്ട് ആ പൊട്ടുകളുടെ എണ്ണം നോക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള സീക്വൻസുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഏത് ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് എളുപ്പത്തിൽ ഈ ഒരു 10 വരിയിലുമായിട്ട് അല്ലെങ്കിൽ 10 റോയിലായിട്ട് എത്ര പൊട്ടുകളുണ്ട് അല്ലെങ്കിൽ എത്ര ഇങ്ങനത്തെ പോയിന്റുകൾ ഉണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കണ്ടെത്താൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ഷോർട്ട് കട്ടുകളൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കുക, ആദ്യം നമുക്ക് അതിൻ്റെ കുറച്ച് തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. 1 മുതലുള്ള തുടർച്ചയായ കുറേ എണ്ണൽ സംഖ്യകളുടെ തുക അവസാന സംഖ്യയുടെയും അതിനടുത്ത എണ്ണൽ സംഖ്യയുടെയും ഗുണനഫലത്തിൻ്റെ പകുതിയാണ്. ദ സം ഓഫ് എനി നമ്പർ ഓഫ് കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് വിത്ത് 1 ഈസ് ഹാഫ് ദി പ്രൊഡക്റ്റ് ഓഫ് ദി ലാസ്റ്റ് നമ്പർ ആൻഡ് ദി നെക്സ്റ്റ് നാച്ചുറൽ നമ്പർ. ഓക്കെ, അതൊരു തിയറി ആയിട്ട് പറയുന്നതാണ്. കുറച്ച് എണ്ണൽ സംഖ്യയുടെ തുക കണ്ടെത്താനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ നമുക്കിതൊന്ന് ഫോം ചെയ്തെടുക്കാം. അതിൽ പറയുന്നത് എന്താണ്? കുറേ എണ്ണൽ സംഖ്യയുടെ തുക എന്ന് പറയുന്നത് അവസാനത്തെ സംഖ്യയുടെയും അതിനടുത്ത എണ്ണൽ സംഖ്യയുടെയും ഗുണനഫലത്തിൻ്റെ പകുതിയാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കതൊന്നും കൂടി നോക്കാം. അതുമായി ബന്ധപ്പെട്ട തുകകളുമായി ബന്ധപ്പെട്ട കുറച്ച് പുതിയ ഇക്വേഷൻസ് കൂടി പഠിക്കാം. നോക്കുക, സം ഓഫ് കണ്ടിന്യൂസ് ഓഡ് നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 1 മുതൽ തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുക എങ്ങനെയാണ് കാണുക? ഫോർ എക്സാമ്പിൾ 1 3 5 7 9 അല്ലേ, 11 13 15 ഇങ്ങനെ പോകുന്ന ഒറ്റ സംഖ്യകളുടെ ശ്രേണി പരിഗണിക്കുക. അപ്പോൾ നമ്മളോട് പറയുകയാണ് ആദ്യത്തെ 25 ഒറ്റ സംഖ്യകളുടെ തുക കാണുക. എന്താ ചെയ്യുക? n², 25 സ്ക്വയർ 625 ആൻസർ. അപ്പോൾ അതിൻ്റെ ഷോർട്ട് കട്ടാണെന്ത്? n² എന്നുള്ളത്. ഇനി തുടർച്ചയായ ഇരട്ട സംഖ്യയുടെ തുകയോ, സം ഓഫ് ഈവൻ നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 1. അതെ, 1 മുതൽ തുടർച്ചയായിട്ടുള്ള ഇരട്ട സംഖ്യകളുടെ തുക കണ്ടെത്താൻ എന്താ ചെയ്യുക? n × n+1 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുക. അതേപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തുടർച്ചയായ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ്. തുടർച്ചയായ എണ്ണൽ സംഖ്യയുടെ തുക Sn is equal to n × n+1/2. ഓക്കെ, n × n+1 ഹരിക്കണം 2/2. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ഒരുപാട് സ്ഥലത്ത് ഇത് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ദെൻ ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം നമുക്കറിയാം അല്ലേ, xn അല്ലെങ്കിൽ an+b എന്നുള്ള രൂപത്തിലായിരിക്കും. മറിച്ച് ഇങ്ങനെ വരുന്ന ഏത് ശ്രേണിയും സമാന്തര ശ്രേണിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിക്കുകയുണ്ടായി അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്തരം ഏത് സമാന്തര ശ്രേണിയുടെയും ആദ്യത്തെ n പദങ്ങളുടെ തുക കണ്ടെത്താൻ വേണ്ടി നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഏത്? a × n × n+1/2 പ്ലസ് bn. എയും ബിയും എന്താണ്? അതിൽ a എന്ന് പറയുന്നത് പൊതുവ്യത്യാസമാണ്, കാരണം നമ്മൾ പൊതുവ്യത്യാസമാണ് എന്നിൻ്റെ കൂടെ എഴുതുക. ബി എന്ന് പറയുന്നത് ബാക്കി അവിടെ വരുന്ന ഒരു റിമൈൻഡറാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അല്ലെങ്കിൽ ആദ്യ ഭാഗത്തു നിന്ന് പൊതുവ്യത്യാസം കുറച്ചതിൻ്റെ ഉത്തരമാണ് ബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? n പദങ്ങളുടെ തുക കണ്ടെത്താം. അപ്പോൾ പല മെത്തേഡും ഉണ്ട് ഈ തുകയുമായി ബന്ധപ്പെട്ട്, സമ്മുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻസ് ഒക്കെയാണ് കാര്യമായിട്ട് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഡയറക്റ്റ്ലി ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ചുവടെയുള്ള ഓരോ സമാന്തര ശ്രേണിയുടെയും ആദ്യത്തെ 25 പദങ്ങളുടെ തുക കാണുക. അപ്പോൾ നോക്കുക, നമുക്കിവിടെ 5 സമാന്തര ശ്രേണികൾ തന്നിട്ടുണ്ട്, 5 അരിത്തമെറ്റിക് സീക്വൻസസ് തന്നിട്ടുണ്ട്. ഈ 5 അരിത്തമെറ്റിക് സീക്വൻസസിൻ്റെയും ആദ്യത്തെ 25 പദങ്ങളുടെ ഫസ്റ്റ് 25 ടേംസിൻ്റെ സമ്മ് നമ്മൾ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത്? നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഓക്കെ, പുതിയൊരു ഇക്വേഷൻ കൂടി നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ 2 രീതിയിൽ ചെയ്യാം.
അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ഏതാണോ ആ രീതി നിങ്ങൾ ഫോളോ ചെയ്യുക. ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 24 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസസ് ബിലോ. ഫസ്റ്റ് വൺ, ആദ്യത്തെ 11, 22, 33 ഈ ശ്രേണിയാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ആദ്യ പദം എത്രയാണ്? ഫസ്റ്റ് കൺവെൻഷണൽ ആയിട്ട് രീതി, രണ്ടാമത്തെ സെപ്പറേറ്റ് രീതിയാണ്. ആദ്യ പദം x1 എത്രയാണ്? ഫസ്റ്റ് ടേം 11. പൊതു വ്യത്യാസം എത്രയാണ്? അത് 11 അല്ലേ? പൊതു വ്യത്യാസം ഇവിടെ 11. ഇനി നോക്കുക, 25ാമത്തെ പദം കാണണം. നമുക്ക് ആദ്യത്തെ 25 പദങ്ങളുടെ തുക കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷൻ നമ്മൾ എന്താ ചെയ്യുന്നത്? n/2 ഇൻറ്റു x1 പ്ലസ് xn, ആദ്യ പദം പ്ലസ് അവസാന പദം. അപ്പോൾ ആദ്യ പദവും അവസാന പദവും അറിയാമെങ്കിൽ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി ആദ്യ പദം 11 ആണ്, ഫസ്റ്റ് ടേം 11 ആണ്, കോമൺ ഡിഫറൻസ് 11 ആണ്. ഇനി എനിക്ക് 25ാമത്തെ പദം കിട്ടണം. എന്തിനാണ് 25ാമത്തെ പദം ഞാൻ കണ്ടെത്തുന്നത്? നോക്കുക, ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് മൂന്നാമത്തെ കിടക്കുന്ന ഇക്വേഷൻ Sn ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ 25ാമത്തെ പദം കണ്ടെത്തണം. അപ്പോൾ 25ാമത്തെ പദം കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? x1 ആദ്യ പദത്തിനോട് കൂടി 24 പൊതുവ്യത്യാസം കൂട്ടിക്കഴിഞ്ഞാൽ 25ാമത്തെ പദം കിട്ടും. അതാണ് എഴുതിയത് x25 ഈസ് ഈക്വൽ ടു x1 പ്ലസ് 24t. അപ്പോൾ അങ്ങനെ വെച്ചപ്പോൾ x1 11 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 24 ഇൻറ്റു ഡി എത്രയാണ്? 11. അപ്പോൾ 11 പ്ലസ് 24 ഇൻറ്റു 11 ചെയ്തപ്പോൾ നമുക്ക് 275 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇക്വേഷൻ എഴുതാം. Sn ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn. ആദ്യ പദം അവസാന പദം അറിയാമെങ്കിൽ ഇത് ഉപയോഗിക്കാം. അപ്പോൾ n/2 എന്ന് പറയുമ്പോൾ എന്താണ്? 25 പദങ്ങളുടെ തുക കണ്ടെത്തണം. അപ്പോൾ n-ൻ്റെ സ്ഥാനത്തൊക്കെ 25 കൊടുക്കുക. അപ്പോൾ 25/2 ഇൻറ്റു x1 ആദ്യ പദം എത്രയാണ്? 11 പ്ലസ് xn അവസാന പദം എത്ര കിട്ടി? 25ാമത്തെ പദം അവസാന പദം എത്രയാണത്? 275, അതും കൊടുത്തു. അപ്പോൾ 25/2 ഇൻറ്റു 11 പ്ലസ് 275 അല്ലേ? അപ്പോൾ 25/2 ആയിരിക്കുമ്പോൾ 12.5 അല്ലേ കിട്ടുക? അപ്പോൾ നമുക്ക് ഗുണിക്കുമ്പോൾ ബുദ്ധിമുട്ടാവില്ല എന്നാണ് ചോദിക്കുന്നത് അല്ലേ? അപ്പോൾ എന്താ ചെയ്യുക? നിങ്ങൾ ആദ്യം ഈ ബ്രാക്കറ്റിനകത്തുള്ളത് അങ്ങ് കൂട്ടുക. ഏതൊക്കെ? ഈ ഒരു 11ഉം 275 അങ്ങ് കൂട്ടുക. അത് കൂട്ടുന്ന സമയത്ത് എത്ര കിട്ടും? 286. 286ൻ്റെ പകുതി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 143 എന്ന് കിട്ടും. 143 എന്ന് കിട്ടും. അപ്പോൾ 143 അല്ലേ? അത് 25 ഇൻറ്റു ഈ 2 ഹരിക്കണം 2 എന്തായി? ഈ 286നെ 2 കൊണ്ട് ഹരിച്ചാൽ മതി അല്ലേ? ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ, അംശവും ഛേദമാണ് ഗുണിക്കാൻ വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 143 കിട്ടി. അങ്ങനെയാണ് 25 ഇൻറ്റു 143 കിട്ടിയത്. മനസ്സിലായല്ലോ? ഈ 2 എവിടെ പോയി? ഈ 11 പ്ലസ് 275 286 കിട്ടി. അതിനെയാണ് 2 കൊണ്ട് ഹരിച്ചത്. ഓക്കെ, അങ്ങനെ ചെയ്താലും 25/2 ഇൻറ്റു ഇത് ചെയ്താലും സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയ എത്രയാണ്? 3575, 3575. ഇനി മറ്റൊരു രീതിയുണ്ട്. അതെന്താണ്? നമുക്ക് തുകയുടെ ബീജഗണിത രൂപം എഴുതാം. സമ്മിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ നമുക്ക് എഴുതാം. അതെങ്ങനെ എഴുതാം? d/2n². പൊതു വ്യത്യാസം നോക്കുക, അതിൻ്റെ പകുതി എടുക്കുക, അതിൻ്റെ പകുതിയുടെ കൂടെ ഒരു n² കൊടുക്കുക. അപ്പോൾ d/2 n² എന്ന് വന്നു. പ്ലസ് x1 മൈനസ് d/2 ദ ഹോൾ ഇൻറ്റു n, അങ്ങനെയാണ് വരിക. അപ്പോൾ നോക്കുക, ആ ഇക്വേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഒറ്റസംഖ്യകളായതുകൊണ്ടാണ്, അല്ലെങ്കിൽ പൊതുവ്യത്യാസം ഒറ്റസംഖ്യ ആയതുകൊണ്ടാണ് നമുക്ക് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫ്രാക്ഷൻസ് വരുന്നത്, ഭിന്നസംഖ്യകൾ വരുന്നത്. അല്ല എങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഇക്വേഷനാണിത്. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ എന്താ ചെയ്തത്? ആ ഇക്വേഷൻ ചെയ്ത് നോക്കുക. നമ്മൾ d/2ന് പകരം എന്തെടുത്തു? 11/2. അതാണ് ഇവിടെ d എന്ന് പറയുന്നത് 11 ആണ്. 11/2 n² പ്ലസ് 11 മൈനസ് x1 എന്ന് പറയുന്നത് 11 ആണ്. 11 മൈനസ് d/2 പറയുമ്പോൾ d 11 ആണ്. 11/2 ദ ഹോൾ ഇൻറ്റു n. 11/2 n² പ്ലസ് 11/2 കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്തു? നമുക്ക് കിട്ടുന്ന ആൻസർ 11/2 അല്ലേ? 11ൻ്റെ പകുതി കുറയ്ക്കുമ്പോൾ ബാക്കി എന്തുണ്ടാവും? 11ൻ്റെ പകുതി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 11/2n. ഇനി എന്ത് ചെയ്യുക? നമുക്ക് ഈ n-ൻ്റെ സ്ഥാനത്തൊക്കെ 25 കൊടുക്കുക. അപ്പോൾ 11/2 ഇൻറ്റു 25² പ്ലസ് 11/2 ഇൻറ്റു n-ൻ്റെ സ്ഥാനത്ത് 25 കൊടുക്കുക. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3575 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 മെത്തേഡ് നോക്കിയിട്ട് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് ഏതാണ് അത് നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, ഇനി ഇതിൻ്റെ സബ് ക്വസ്റ്റ്യൻ 2ലേക്ക് പോവാം. സബ് ക്വസ്റ്റ്യൻ 2 ഇതേപോലെ തന്നെ 12, 23, 34 നോക്കുക. 12, 23, 34. ഇവിടെ ആദ്യ പദം ഫസ്റ്റ് ടേം 12 ആണ്. പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് 11 ആണ്. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 25ാം പദം കാണുന്നു. x1 പ്ലസ് 24t ആദ്യ പദത്തോടു കൂടി ഫസ്റ്റ് ടേമിനോട് കൂടി 24 കോമൺ ഡിഫറൻസ് 24 പൊതുവ്യത്യാസം കൂട്ടിക്കഴിഞ്ഞാൽ 25ാമത്തെ പദം കിട്ടും. അപ്പോൾ 12 പ്ലസ് 24 ഇൻറ്റു 11 ചെയ്തു.
12 + 24 × 11 ചെയ്തപ്പോൾ നമുക്ക് 276 എന്നാണ് കിട്ടിയത്. 276 എന്ന് കിട്ടി. ഇനി നോക്കുക നമ്മുടെ ഇക്വേഷൻ Sn = n/2 × x1 + xn. അപ്പോൾ 25/2 × x1 എത്രയാണ്? 12 ആണ്, പ്ലസ് xn അവസാനം അത് എത്ര കിട്ടിയത്? 276. അത് രണ്ടും കൂട്ടുക. ഈ 12 276 കൂട്ടിയതിനെ 2 കൊണ്ട് ഹരിക്കുക. അപ്പോൾ എത്ര കിട്ടി? 144 കിട്ടി. 25 × 144 ചെയ്യുമ്പോൾ 3600. നമ്മുടെ രണ്ടാമത്തെ മെത്തേഡിൽ നോക്കുക. Sn = d/2 n² + x1 - d/2 the whole × n. ആ ഇക്വേഷൻ അതേപോലെ എഴുതി വെച്ചു. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ പൊതുവ്യത്യാസം 11 ആണ്. അപ്പോൾ 11/2 n², 12 - 11/2 n. അപ്പോൾ 12 - 11/2 n ചെയ്യുമ്പോൾ 13/2 എന്ന് കിട്ടും. അപ്പോൾ 11/2 n² + 13/2 n കിട്ടും. ആ എന്നിൻ്റെ സ്ഥാനത്ത് 25 കൊടുത്തിട്ട് ചെയ്ത് നോക്കുക. സെയിം ആൻസർ തന്നെ കിട്ടുക, 3600 എന്ന് കിട്ടും. ഓക്കെ, ദെൻ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ സെയിം മെത്തേഡ് തന്നെയാണ്. 21, 32, 43. അപ്പോൾ ഇതിനകത്ത് വരുമ്പോൾ ആദ്യ പദം ഫസ്റ്റ് ടേം x1 എത്ര വരിക? 21. അതേപോലെ തന്നെ d എത്ര വരിക? 11 അല്ലേ? ഇനി 25-ാം പദം കിട്ടണം. സെയിം മെത്തേഡ് x1 + 24d. അത് ചെയ്യുമ്പോൾ നമുക്ക് 285 കിട്ടും. നമ്മുടെ ഇക്വേഷൻ എഴുതുന്നു n/2 × x1 + xn. അത് ചെയ്യുമ്പോൾ നമുക്ക് 25/2 × 21 + 285 കിട്ടുന്നു. അതിനെ 2 കൊണ്ട് വെട്ടി ചെറുതാക്കുമ്പോൾ 153 കിട്ടും. അപ്പോൾ 25 × 153 ചെയ്യുമ്പോൾ 3825. ഇനി ഇവിടെ നോക്കുക, സെയിം മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്നു. ഇക്വേഷൻ എഴുതുന്നു d/2. ഇവിടെ d എന്ന് പറയുന്നത് 11 ആണ്. 11/2 n² + 21 - 11/2 n. നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത് 11/2 n² + 31/2 n ആണ്. ആ എന്നിൻ്റെ സ്ഥാനത്തൊക്കെ 25 കൊടുക്കുക. കാരണം 25 പദങ്ങളുടെ തുകയാണ് കാണേണ്ടത് അല്ലേ? സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ആണ് കാണേണ്ടത്. അപ്പോൾ അതുകൊണ്ട് 25 കൊടുക്കുക. എന്നിൻ്റെ സ്ഥാനത്തൊക്കെ 25 കൊടുക്കുക. നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3825 എന്ന് തന്നെ ആൻസർ കിട്ടും. ഓക്കെ, സെയിം പാറ്റേൺ തന്നെയാണ് നാലാമത്തെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 19, 28, 37 ഇങ്ങനെ പോകുന്ന സമാന്തര ശ്രേണിയാണ്, അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ അതിൽ x1 ആദ്യ പദം 19, ഫസ്റ്റ് ടേം 19, കോമൺ ഡിഫറൻസ് 9, പൊതുവ്യത്യാസം 9. 25-ാം പദം കാണുന്നു. സെയിം നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് തന്നെ ഇവിടെ കോമൺ ഡിഫറൻസിലൊരു മാറ്റമുണ്ട്. പൊതുവ്യത്യാസം 9 ആണെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പോൾ 25 x1 + 24d. ഇത് ചെയ്യുമ്പോൾ 235 കിട്ടി. നമ്മുടെ സെയിം ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 3175. ഇവിടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ 9/2 n² + 29/2 n കിട്ടും. അതിൽ എന്നിൻ്റെ സ്ഥാനത്തൊക്കെ 25 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3175 എന്നുള്ള ആൻസർ തന്നെ ലഭിക്കും. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് 1, 6, 11. ഇവിടെ നോക്കുമ്പോൾ എന്താണ്? കോമൺ ഡിഫറൻസ് 5 ആണ്, പൊതുവ്യത്യാസം 5 ആണ്. അപ്പോൾ നമ്മൾ ഡീൻ്റെ സ്ഥാനത്തൊക്കെ 5 കൊടുക്കുക. അത് ചെയ്യുമ്പോൾ നമുക്ക് സെയിം ഇക്വേഷൻ ചെയ്യുമ്പോൾ 1525 കിട്ടും. ഇവിടെ അതുപോലെ തന്നെ 5/2 എന്നാവും. നേരത്തെ 11/2 9/2 ഒക്കെ വന്നു. കോമൺ ഡിഫറൻസ് 11, 9 ഒക്കെ ആയപ്പോൾ ഇപ്പോൾ നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. അതുകൊണ്ട് 5 എന്ന് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് സോൾവ് ചെയ്യുമ്പോൾ 1525 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് 2 മെത്തേഡ്. അപ്പോൾ ഈ 2 മെത്തേഡിൽ ഏതാണോ ഫോളോ ചെയ്യാൻ പറ്റുന്നത് ആ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഏറ്റവും എളുപ്പത്തിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഫോളോ ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 6, 10, 14 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയും അടുത്ത 20 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ശ്രദ്ധിക്കുക, 6, 10, 14 എന്നുള്ളൊരു സമാന്തര ശ്രേണിയാണ്. ഇതിൽ ആദ്യത്തെ 20 ടേംസിൻ്റെ സമ്മും നെക്സ്റ്റ് 20 ടേംസിൻ്റെ സമ്മും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 6, 10, 14 ആൻഡ് ദി നെക്സ്റ്റ് 20 ടേംസ്? അതിൻ്റെ അടുത്ത 20 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആദ്യത്തെ 20 കൂട്ടുക, എന്നിട്ട് അതിൻ്റെ ഉത്തരം എത്രയും നോക്കുക. അതിനുശേഷം അടുത്ത 20 കൂട്ടുക, അതിൻ്റെ ഉത്തരം എത്രയും നോക്കുക. എന്നിട്ട് ആ ഉത്തരങ്ങൾ തമ്മിൽ മൈനസ് ചെയ്യുക, അത് തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ വളരെ ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ടാണ് ഈ ചോദ്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യത്തെ ഈ 6, 10, 14 എന്നുള്ള ആ ഒരു സീക്വൻസിലെ ആദ്യത്തെ 20 എണ്ണത്തിൻ്റെ തുക കണ്ടെത്തണം. എന്നിട്ട് അതവിടെ എഴുതി വെക്കണം. അതിനുശേഷം അടുത്ത 20 എണ്ണം കണ്ടെത്തണം. എന്നിട്ട് അതിൻ്റെ തുകയും കണ്ടെത്തണം. എന്നിട്ട് അത് തമ്മിൽ മൈനസ് ചെയ്യണം. അങ്ങനെ മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവ തമ്മിൽ എത്ര വ്യത്യാസമുണ്ടെന്ന് കിട്ടുള്ളൂ. പക്ഷെ നമ്മളൊരു ഷോർട്ട് കട്ടിലൂടെ അത് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 5 പദങ്ങളും അടുത്ത 5 പദങ്ങൾ അടുത്ത 20 പദങ്ങളിൽ, ഇവിടെ പറയുന്നത് 20 പദങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയും അടുത്ത 20 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഷോർട്ട് കട്ടിൽ ആൻസർ ചെയ്താൽ മതി. n² d എന്നുള്ളതാണ് അതിൻ്റെ ഷോർട്ട് കട്ട്.
എൻ സ്ക്വയർ ആദ്യത്തെ എത്ര പദങ്ങളുടെ തുകയാണ് കാണേണ്ടത്? 20 പദങ്ങളുടെ തുകയും അടുത്ത 20 പദങ്ങളുടെ തുകയുമാണ് അല്ലേ? അപ്പോൾ എൻ സ്ക്വയർ എന്നിൻ്റെ സ്ഥാനത്ത് എത്ര കൊടുക്കുക? 20 പദങ്ങൾ. അപ്പോൾ 20 സ്ക്വയർ ഇൻറ്റു പൊതു വ്യത്യാസം എത്രയാണ്? ശ്രേണി നോക്കിക്കേ, 6, 10, 14 എന്ന് പോകുന്ന ശ്രേണിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കോമൺ ഡിഫറൻസ് 4 എന്ന് കൊടുത്തു. 20 സ്ക്വയർ 400, 400 ഇൻറ്റു 4 1600. ഓക്കെ, അപ്പോൾ നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡാണ്. അല്ല എങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നീട്ടിപ്പരത്തി ചെയ്ത് കണ്ടെത്തണം. ഓക്കെ, ഷോർട്ട് കട്ടിലാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 6, 10, 14 എന്ന സമാന്തര ശ്രേണിയുടെയും 15, 19, 23 എന്ന സമാന്തര ശ്രേണിയുടെയും ആദ്യത്തെ 20 പദങ്ങളുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസം കണക്കാക്കുക. നോക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യവും ഈ ചോദ്യം തമ്മിൽ വ്യത്യാസമുണ്ട്. അവിടെ എന്താ പറഞ്ഞത്? ഒറ്റ സീക്വൻസേ തന്നിട്ടുള്ളൂ. 6, 10, 14 എന്നുള്ള സമാന്തര ശ്രേണി മാത്രമേ തന്നിട്ടുള്ളൂ. അതിൻ്റെ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയും അതിൻ്റെ തന്നെ അടുത്ത 20 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? 2 സമാന്തര ശ്രേണി, അതിൽ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയും അടുത്ത സമാന്തര ശ്രേണിയുടെ 20 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടും 2 ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, കാൽക്കുലേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി sums of the first 20 terms of the arithmetic sequence 6, 10, 14 and 15, 19, 23. ഇവിടെയും നമ്മൾ ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾക്ക് ആൻസറുകൾ കണ്ടെത്തുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആൻസറിലേക്ക് പോകാം. അപ്പോൾ ഇതിന് ഷോർട്ട് കട്ടായിട്ട് ഞാൻ പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. ആദ്യ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കുടിക്കണം പദങ്ങളുടെ എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ എത്ര പദങ്ങൾ തമ്മിലുള്ള തുകയും അതുപോലെ തന്നെ അടുത്ത സമാന്തര ശ്രേണിയുടെ എത്ര പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ നോക്കുക, നമ്മളിവിടെ ആദ്യത്തെ 6, 10, 14 എന്നുള്ള ശ്രേണി എഴുതി വെച്ചു. രണ്ടാമത് 15, 19, 23 എന്നുള്ള ശ്രേണി നമ്മളിവിടെ എഴുതി വെച്ചു. ഈ 2 ശ്രേണികൾ നമ്മളിവിടെ എഴുതി വെച്ചു. എന്നിട്ട് ആ ശ്രേണിയിലെ ആദ്യ പദങ്ങൾ നോക്കി. ആദ്യത്തെ 6ഉം രണ്ടാമത്തെ 15ഉമാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം നോക്കി. എത്ര കിട്ടിയത്? 9 എന്ന് കിട്ടി. 9 ഇൻറ്റു ഇനി എത്ര പദങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? 20 പദങ്ങൾ. അപ്പോൾ 9 ഇൻറ്റു 20 ചെയ്യുമ്പോൾ 180 എന്ന് കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇനി ഈ രീതിയിൽ ചെയ്താലും കുഴപ്പമില്ല. അതായത് 6, 10, 14 എന്ന് തുടങ്ങിയ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക കണ്ടെത്തുക. ആ തുക കണ്ടെത്തുക. അതേപോലെ അടുത്ത 15, 19, 23 എന്നുള്ള സമാന്തര ശ്രേണിയുടെ 20 പദങ്ങളുടെ തുകയും കണ്ടെത്തുക. നമുക്ക് ഇക്വേഷൻസ് ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഒന്നെങ്കിൽ വേണമെങ്കിൽ SN = n/2 ഇൻറ്റു x1 + xn, ആദ്യ പദം അവസാന പദം, അത് വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ SN = n/2 ഇൻറ്റു 2x1 + n - 1 ഇൻറ്റു t, അത് വെച്ചിട്ടും ചെയ്യാം. അല്ല എങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ d/2 n² + x1 - d/2 the whole ഇൻറ്റു n, ആ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോഴൊക്കെ നിങ്ങൾക്ക് 20 പദങ്ങളുടെ തുക കിട്ടും. അതൊക്കെ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതി, കോംപ്ലിക്കേറ്റഡ് ആണ്, ഒരുപാട് സമയം പോകുന്നതാണ്. ഇവിടെ നമ്മൾ ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, സോ ദിസ് ഇസ് ദി ആൻസർ. 180 എന്ന് കിട്ടും. ഇനി നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ, 9ൻ്റെ ഗുണിതങ്ങളായ എല്ലാ 3 അക്ക സംഖ്യകളുടെയും തുക കണ്ടുപിടിക്കുക. നോക്കുക, 9ൻ്റെ ഗുണിതങ്ങളായ എല്ലാ 3 അക്ക സംഖ്യകളുടെയും തുക കണ്ടുപിടിക്കുക. ഫൈൻഡ് ദി സം ഓഫ് ഓൾ 3-digit നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 9. ആൻസറിലേക്ക് പോവാം. ഇവിടെ ആദ്യത്തെ 3 അക്ക സംഖ്യ എന്ന് പറയുന്നത് 100 ആണ്. എല്ലാവർക്കും അറിയാലോ. അപ്പോൾ 100നെ 9 കൊണ്ട് ഹരിച്ചു നോക്കുക. 100നെ 9 കൊണ്ട് ഹരിച്ചു നോക്കുമ്പോൾ 10, 9, 90, 11, 9, 99 എന്ന് വരും. ബാക്കി ശിഷ്ടം എത്ര വരിക? റിമൈൻഡർ എത്ര വരിക? 1 എന്നാണ് വരിക അല്ലേ? അപ്പോൾ 1 റിമൈൻഡർ വന്നിട്ട് കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യണം? 100 9ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ റിമൈൻഡർ 1 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനോട് കൂടി എന്ത് ചെയ്യണം? 8 കൂടിയും കൂട്ടണം, എന്നാലേ ടോട്ടൽ 9 വരുള്ളൂ. അപ്പോൾ 100നോട് കൂടി 8 കൂട്ടുമ്പോൾ 108 എന്ന് കിട്ടും. ഇതുപോലത്തെ ചോദ്യങ്ങൾ നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ ചെയ്തതാണ്. അതുകൊണ്ട് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. 7 കൊണ്ട് നിശേഷം ഹരിക്കും എങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം കിട്ടുന്ന എത്ര 3 അക്ക സംഖ്യകളുണ്ട് എന്നൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളൊന്നും കൂടി ഒന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇവിടെ 9 കൊണ്ട് കൃത്യമായിട്ട് ഹരിക്കാൻ കഴിയുന്ന ആദ്യത്തെ 3 അക്ക സംഖ്യ എന്ന് പറയുന്നത് 108 ആണ്. അതിലാർക്കും സംശയമില്ല, 108. ഇനി അവസാന 3 അക്ക സംഖ്യ ഏതാണ്? അവസാന 3 അക്ക സംഖ്യ എന്ന് പറയുന്നത് 999 ആണ്. അപ്പോൾ നമ്മൾ 999നെ 9 കൊണ്ട് ഹരിച്ചു നോക്കുക. ഈസി ആയിട്ട് ഹരിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി 9 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ 3 അക്ക സംഖ്യ 108ഉം
അവസാനത്തെ മൂന്നക്ക സംഖ്യ 999 മനസ്സിലായി അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ ഈ 108ഉം 999ഉം ഉൾപ്പെടെ എത്ര മൂന്നക്ക സംഖ്യകളുണ്ട് 9 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നത് എന്ന് കണ്ടെത്താൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെട്ടതാണ്. ഇക്വേഷൻ മറ്റൊന്നുമല്ല, n ഈസ് ഈക്വൽ ടു xn മൈനസ് x1 ഡിവൈഡഡ് ബൈ d ദ ഹോൾ പ്ലസ് 1. ഇക്വേഷൻ നോക്കുക. അതായത് ഇവിടെ പറയുന്നത് 108നും 999ഉം ഉൾപ്പെടെ അതിനിടയ്ക്ക് എത്ര സംഖ്യകളുണ്ട് 9 കൊണ്ട് കൃത്യമായിട്ട് ഹരിക്കാൻ പറ്റുന്നത് കണ്ടെത്താനുള്ള ഇക്വേഷനാണത്. അതിന് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഏത് വന്നാലും നിങ്ങൾക്ക് അത് ചെയ്യാം. അല്ലെങ്കിൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ എത്ര പദങ്ങളുണ്ട് എന്ന് കണ്ടെത്താൻ അല്ലേ. ഇതിങ്ങനെ ശ്രേണി പോകുമ്പോൾ 108, പിന്നീട് 9 കൂട്ടുമ്പോൾ 117 അല്ലേ, അങ്ങനെ പോകുന്നതാണ് ശ്രേണി എന്ന് പറയുന്നത്. അവസാനം 999 പോയിട്ട് അവസാനിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര പദങ്ങളുണ്ടെന്ന് കണ്ടെത്താൻ നമ്മൾ എന്താ ചെയ്യുക? n is equal to xn മൈനസ് x1 ഡിവൈഡഡ് ബൈ d ദ ഹോൾ പ്ലസ് 1 എന്നുള്ള ഇക്വേഷനാണ് ഉപയോഗിക്കുക. അതിൽ എന്താണ് xn? അവസാന പദം 999, അത് എഴുതി വെച്ചു. മൈനസ് x1 എന്ന് പറഞ്ഞാലോ ആദ്യ പദം 108 ഡിവൈഡ് ബൈ d. d എന്ന് പറഞ്ഞാൽ ഏത് കൊണ്ടാണ് ഹരിക്കുന്നത്? 9 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് 9 ദ ഹോൾ പ്ലസ് 1. 999 108 കുറച്ചു, അതിന് 9 കൊണ്ട് ഹരിച്ചു. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 99. ഈ 1 എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 1 നിങ്ങൾ ലാസ്റ്റേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. പ്ലസ് 1 ലാസ്റ്റ് മാത്രം ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലായി 99 പ്ലസ് 1 100 സംഖ്യകളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100നും അല്ലെങ്കിൽ 9 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന 9 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള 100 മൂന്നക്ക സംഖ്യകൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ ആ 100 നമ്പേഴ്സിൻ്റെയും സമ്മ് നമുക്ക് കണ്ടെത്തണം അല്ലേ. ആ 100 സംഖ്യകളുണ്ടെന്ന് കണ്ടെത്തി. അങ്ങനെയാണെങ്കിൽ ആ 9 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന മൂന്നക്ക സംഖ്യകൾ 100 ഉണ്ടെങ്കിൽ ആ 100 സംഖ്യകളും കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് ആൻസർ കിട്ടുക? അതാണ് അടുത്ത ചോദ്യം. അപ്പോൾ നമുക്ക് കണ്ടെത്താൻ നമ്മുടെ കയ്യിൽ നേരത്തെ ഇക്വേഷൻ ഉണ്ട്. ഏതാണത്? Sn is equal to n/2 into x1 plus xn. ഇവിടെ എത്ര പദങ്ങളുടെ തുകയാണ് കണ്ടെത്തേണ്ടത്? 100 ഉണ്ട്, നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ 100/2 ഇൻറ്റു x1 ആദ്യ പദം എത്രയാണ്? 108 പ്ലസ് അവസാന പദം 999. അപ്പോൾ 100/2 ചെയ്തപ്പോൾ 50 കിട്ടി. 108ഉം 999 കൂട്ടിക്കഴിഞ്ഞപ്പോൾ 1107 എന്ന് കിട്ടി. ഇത് രണ്ടും ഇൻറ്റു ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 55350 എന്ന് കിട്ടും അല്ലേ. 55,350 എന്നുള്ള ആൻസർ കിട്ടും. വളരെ എളുപ്പമാണ്. അപ്പോൾ 9 കൊണ്ട് ഹരിക്കാവുന്ന മൂന്നക്ക സംഖ്യകൾ ഏതൊക്കെയാണ്? അപ്പോൾ നമ്മൾ ആദ്യം 100 വെച്ച് ട്രൈ ചെയ്തു. 100 9ൻ്റെ ഗുണിതമല്ല, ശിഷ്ടം 1 കിട്ടുന്നത്. അതുകൊണ്ട് ആദ്യത്തെ 9 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ആദ്യത്തെ മൂന്നക്ക സംഖ്യ 108, അവസാനത്തെ 999. ഇനി എത്ര ഉണ്ടെന്ന് കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ xn മൈനസ് x1 ദ ഹോൾ ഡിവൈഡ് ബൈ d പ്ലസ് 1 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചു. അപ്പോൾ നമുക്ക് 100 ഉണ്ടെന്ന് കിട്ടി. ആ 100 സമ്മ് കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? Sn is equal to n/2 into x1 plus xn എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റി. ആൻസർ 55,350 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ചില സമാന്തര ശ്രേണികളിലെ ആദ്യത്തെ n പദങ്ങളുടെ തുക ചുവടെ കൊടുത്തിരിക്കുന്നു. ഓരോ ശ്രേണിയുടെയും n-ാം പദം കണ്ടുപിടിക്കുക. The expressions for the sum to n terms of some arithmetic sequences are given below. Find the expression for the nth term of each. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന കാര്യം ഇതാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ ഇക്വേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിത രൂപമാണ് തന്നിരിക്കുന്നത്. സമ്മിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷനാണ് തന്നിരിക്കുന്നത്. അതാണ് n² + 2n. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. n² + 2n എന്നുള്ളത് എന്താണ്? ഒരു സമാന്തര ശ്രേണിയുടെ n പദങ്ങളുടെ തുകയുടെ ബീജഗണിത രൂപമാണ്. സമ്മിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷനാണ്. ആ സമ്മിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷനിൽ നിന്നും നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടെത്തണം. തുകയുടെ ബീജഗണിത രൂപത്തിൽ നിന്നും നമ്മൾ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം കണ്ടെത്തണം. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? n² + 2n അത് അതേപോലെ എടുത്തെഴുതി. ഇനി എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് നോക്കിക്കേ. n-ൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. ആ ഇക്വേഷനിൽ n-ൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? ഒന്നാം പദം കിട്ടും, x1 കിട്ടും, ഫസ്റ്റ് ടേം കിട്ടും. അപ്പോൾ എന്താ ചെയ്യുക? x1 is equal to n-ൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുമ്പോൾ 1² എത്രയാണ്? 1 തന്നെ, പ്ലസ് 2 ഇൻറ്റു n-ൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുമ്പോൾ 2 ഇൻറ്റു 1 2 തന്നെ. അപ്പോൾ 1 + 2 3. ഓക്കെ, അങ്ങനെയാണ് x1 3 കിട്ടി. ഇനി n-ൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കുമ്പോൾ, n-ൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആദ്യത്തെ 2 പദങ്ങൾ കൂട്ടിയ ഉത്തരമാണ് കിട്ടുക. കാരണം എന്താണ്?
ഇത് തുകയുടെ ബീജഗണിത രൂപമാണ്. ഇത് സമ്മിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷനാണ്. അപ്പോൾ ആ ഇക്വേഷനിൽ 10 കൊടുത്താൽ അതിൻ്റെ അർത്ഥം എന്താ? 10 എണ്ണം കൂട്ടിയതിൻ്റെ ഉത്തരം അതാണ് കിട്ടുക. 20 കൊടുത്താലോ 20 എണ്ണം കൂട്ടിയതിൻ്റെ ഉത്തരം. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തത് 25 എണ്ണം കൂട്ടിയതിൻ്റെ ഉത്തരം കിട്ടാൻ എന്നിൻ്റെ സ്ഥാനത്തൊക്കെ 25 കൊടുത്തു അല്ലേ? നേരത്തെ നമ്മളൊരു ചോദ്യം ചെയ്തില്ലേ? അപ്പോൾ അതിനകത്ത് 25 കൊടുത്തപ്പോൾ 25 പദം കൂടെ തുക കിട്ടി. നമ്മളവിടെ പരിചയപ്പെട്ടതാണ്. ആ സാധനം തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ നോക്കുക, ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് 2 കൊടുത്തു കഴിഞ്ഞാൽ 2 എണ്ണം കൂട്ടിയതിൻ്റെ ഉത്തരമാണ് കിട്ടുക. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 2 കൊടുത്തു. 2a² പ്ലസ് 2 ഇൻറ്റു എന്നിൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കുമ്പോൾ 2 അല്ലേ? 2a² 4 4 പ്ലസ് 2 ഇൻറ്റു 2 4 4 പ്ലസ് 4 8. അപ്പോൾ 8 എന്ന് കിട്ടി. അപ്പോൾ 8 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആദ്യത്തെ 2 പദങ്ങൾ കൂട്ടിയതിൻ്റെ ഉത്തരമാണ് 8 എന്ന് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എങ്ങനെയാണ് രണ്ടാമത്തെ പദം കണ്ടെത്താൻ പറ്റുക? അപ്പോൾ നോക്കുക, രണ്ടാമത്തെ പദം കണ്ടെത്താൻ, സെക്കൻഡ് ടേം കണ്ടെത്താൻ നമ്മൾ എന്താ ചെയ്യുന്നത്? S2 2 എണ്ണം കൂട്ടിയപ്പോൾ കിട്ടിയ ഉത്തരം 8 ആണ്. ആ 8ൽ നിന്നും ആദ്യ പദം നമുക്കറിയാലോ 3, അതങ്ങ് കുറച്ചാൽ പോരെ. അപ്പോൾ 2 എണ്ണം കൂട്ടിയതിൻ്റെ ഉത്തരത്തിൽ നിന്നും ആദ്യ പദം കുറച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ പദം കിട്ടും. ഫോർ എക്സാമ്പിൾ, ആദ്യ പദം 5, രണ്ടാമത്തെ പദം 8 ആണ് നമുക്കറിയാമെന്ന് വിചാരിച്ചോ. ആദ്യ പദം 5 നമുക്ക് ഓൾറെഡി കിട്ടി, രണ്ടാമത്തെ 8 നമുക്കറിയില്ല. പക്ഷേ നമ്മൾ ഈ 2 എണ്ണം കൂട്ടിയതിൻ്റെ ഉത്തരം കിട്ടിയത് 5 8 13. അപ്പോൾ 13 എന്നാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പദം അറിയില്ല, ആദ്യത്തെ പദം 5 എന്നറിയാം, 2 എണ്ണം കൂട്ടിയതിൻ്റെ ഉത്തരം 13 എന്നറിയാം. അപ്പോൾ നമ്മളെങ്ങനെ രണ്ടാമത്തെ പദം കണ്ടെത്തുക? 13ൽ നിന്നും 5 അങ്ങോട്ട് കുറയ്ക്കും അല്ലേ? അപ്പോഴാണ് നമുക്ക് 8 എന്ന് കിട്ടുക. അതേപോലെ തന്നെ ഇവിടെ ചെയ്തിട്ടുള്ളത്, ഇവിടെ 8ൽ നിന്നും നമ്മൾ ആദ്യ പദമായിട്ടുള്ള 3 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? രണ്ടാമത്തെ പദം കിട്ടി. എത്രയാണത്? 8 - 3 5 എന്ന് കിട്ടി. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ശ്രേണി എന്താ വരിക? ആദ്യ പദം 3, രണ്ടാമത്തെ 5. മാത്രമല്ല ഇത് സമാന്തര ശ്രേണി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 3 5 ആണെങ്കിൽ അടുത്ത് എന്തായാലും 7 ആയിരിക്കണം, അടുത്തത് 9 ആയിരിക്കണം. അപ്പോൾ അതേ രീതിയിലായിരിക്കണം ശ്രേണി മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഇങ്ങനെ ശ്രേണി എഴുതി കഴിയുമ്പോൾ നമ്മുടെ പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് എത്രയാണ് വരിക? 2 എന്നാണ് വരിക. DC = 2. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതി കൂടെ? ബീജഗണിത രൂപം എഴുതി കൂടെ? ബീജഗണിത രൂപം എഴുതാനുള്ള ഇക്വേഷൻ എന്താണ്? xn = dn + x1 - d അല്ലേ? അപ്പോൾ d എന്ന് പറയുമ്പോൾ പൊതുവ്യത്യാസം, പൊതുവ്യത്യാസത്തിൻ്റെ കൂടെ ഒരു n ഇട്ട് കൊടുക്കുക. അപ്പോൾ 2n പ്ലസ് x1 - d. x1 എന്ന് പറയുമ്പോൾ ആദ്യ പദം എത്രയാണ്? സീക്വൻസിൽ 3 ആണ് അല്ലേ? പൊതുവ്യത്യാസം എത്രയാണ്? 2 ആണ്. അപ്പോൾ 3 - 2 1 എന്ന് കിട്ടും. അപ്പോൾ 2n + 1 എന്നുള്ളതാണ് ഇതിൻ്റെ ബീജഗണിത രൂപം. ഓക്കെ, ഇത് മനസ്സിലാവാത്ത ആളുകൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നോക്കുക. ഇവിടെ 2n² + n എന്നുണ്ട്. എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുമ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് ആ സംഖ്യകൾ അങ്ങോട്ട് കൂട്ടിയാൽ മതി. 2 പ്ലസ് എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുക 3. 2 × 1² 2 തന്നെ വരിക, പ്ലസ് എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുമ്പോൾ 3. അപ്പോൾ ആദ്യ പദം 3. എന്നിൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കുമ്പോഴോ? 2 കൊടുക്കുമ്പോൾ 10 എന്ന് കിട്ടും. ഇനി രണ്ടാം പദം കിട്ടാൻ എന്താ ചെയ്യുക? ഈ 10ൽ നിന്ന് ആദ്യം കിട്ടിയ ആ ഒരു നമ്പർ കുറയ്ക്കുക. അപ്പോൾ 10 - 3 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 7. ആദ്യ പദം എത്രയാണ്? 3. രണ്ടാമത് എത്രയാണ്? 7. അടുത്തെന്തായിരിക്കും? 11 അല്ലേ? 4 വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ പൊതുവ്യത്യാസം എത്രയാണ് ഇവിടെ? 4. ബീജഗണിത രൂപം എന്താ എഴുതാൻ എളുപ്പമല്ലേ? xn = dn + x1 - d. അപ്പോൾ dn പൊതുവ്യത്യാസം 4, 4ൻ്റെ കൂടെ ഒരു n ഇട്ട് കൊടുത്തു. x1 - d. x1 3 ആണ്, 3ൽ നിന്ന് 4 കുറയ്ക്കുമ്പോൾ -1 ആണ് കിട്ടുക. അതുകൊണ്ട് 4n - 1. ഓക്കെ, ഇതേപോലെ തന്നെ അടുത്തത് n² - 2n. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുമ്പോൾ 1 - 2 എന്ന് വരും. അപ്പോൾ -1 കിട്ടും. ഇനി എന്നിൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കുമ്പോൾ എത്ര കിട്ടുക? 0 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ 2 എണ്ണം കൂട്ടിയതിൻ്റെ ഉത്തരമാണ് 0. ഇനി നമുക്ക് രണ്ടാം പദം കിട്ടാൻ എന്താ ചെയ്യുക? x2 = 2 എണ്ണം കൂട്ടിയതിൻ്റെ ഉത്തരത്തിൽ നിന്നും ആദ്യ പദം കുറയ്ക്കുക. 2 എണ്ണം കൂട്ടിയപ്പോൾ എത്ര കിട്ടിയത്? 0 ആണ് കിട്ടിയത്. അതിൽ നിന്നും കുറയ്ക്കണം. 0 - -1. അവിടെ നന്നായിട്ട് ശ്രദ്ധിക്കണം. 0 - -1 ഈ ഒരു ടേം നന്നായിട്ട് ശ്രദ്ധിക്കണം. 0 - -1 വന്നുകൊണ്ടാണ്, 2 മൈനസ് അടുപ്പിച്ച് വന്നുകൊണ്ടാണ് +1 ആയിട്ട് മാറിയത്. അപ്പോൾ നമുക്കറിയാം ആദ്യ പദം എത്രയാണ്? -1. രണ്ടാം പദം എത്രയാണ്? +1. അതിനോടുകൂടി 2 കൂട്ടിയപ്പോഴാണ് +1 കിട്ടിയത്. വീണ്ടും 2 കൂട്ടുമ്പോൾ +3 കിട്ടും. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മുടെ ശ്രേണി പോകുന്നത്. അതുകൊണ്ട് ബീജഗണിത രൂപം dn + x1 - d. dn പൊതുവ്യത്യാസം 2 ആയതുകൊണ്ട് 2n മൈനസ് അല്ലേ? ആദ്യ പദം എന്ന് പറയുന്നത് -1 ആണ്. കുറയ്ക്കണം. മൈനസ് d എത്രയാണ്? 2 ആണ്. അപ്പോൾ -1 - 2 എന്ന് വരുമ്പോൾ -3 എന്ന് കിട്ടും. അങ്ങനെയാണ് ഇവിടെ 2n - 3 എന്ന് കിട്ടിയത്. ഓക്കെ ആണല്ലോ?
ഇതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ 2n² മൈനസ് n. അതിൽ എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുത്തു, നമുക്ക് ആൻസർ 1 കിട്ടി. എന്നിൻ്റെ സ്ഥാനത്ത് 2 കൊടുത്തു, അപ്പോൾ നമുക്ക് 6 കിട്ടി. ഇനി രണ്ടാം പദം കിട്ടാൻ എന്താ ചെയ്യുക? രണ്ടാം പദം കിട്ടാൻ രണ്ടാമത്തെ പദത്തിൽ നിന്ന് ആദ്യ പദം, 2 പദങ്ങൾ കൂട്ടിയതിൻ്റെ ഉത്തരത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കുക. അപ്പോൾ 6ൽ നിന്ന് 1 മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടുക? 6 മൈനസ് 1 ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 5 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ശ്രേണി എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? 1, 5, 9. പൊതുവ്യത്യാസം 4. നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ ബീജഗണിത രൂപം 4n മൈനസ് 3 എന്ന് കൊടുക്കുക. ഓക്കെ. ദെൻ അഞ്ചാമത്തത് n² മൈനസ് n. n² മൈനസ് എന്നിൽ എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുമ്പോൾ 0 കിട്ടും. എന്നിൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കുമ്പോൾ 2 എന്ന് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക? 2ൽ നിന്ന് 0 കുറയ്ക്കുക. അപ്പോൾ 2 തന്നെയാണ് ആൻസർ കിട്ടുക. അപ്പോൾ ഫസ്റ്റ് ടേം 0, ദെൻ 2, 4, 6. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ പൊതുവ്യത്യാസം 2 എന്ന് കിട്ടും. ആൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതുന്ന സമയത്ത് നമുക്ക് 2n മൈനസ് 2 എന്ന് കിട്ടും. ഓക്കെ, ഒരേ പാറ്റേണിലായതുകൊണ്ട് ഒരു 2 കണക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതേ രീതിയിൽ തന്നെയാണ് ബാക്കിയുള്ളതെല്ലാം ചെയ്യുന്നത്. ദെൻ നമ്മുടെ 6th ക്വസ്റ്റ്യൻ നോക്കുക. ചുവടെയുള്ള സമാന്തര ശ്രേണികളുടെ തുകകൾ മനസ്സിൽ കണക്കാക്കുക. അല്ലേ? ഇത് നമ്മളോട് എന്താ പറയുക, നമ്മളെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കാൽക്കുലേറ്റ് ഇൻ ഹെഡ് ദ സം ഓഫ് ദി ഫോളോയിങ് അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ 3 എണ്ണമാണ് തന്നിരിക്കുന്നത്. ഈ 3 എണ്ണം 51 മുതൽ 70 വരെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് ആൻസർ കിട്ടുക? 1.5 മുതൽ 12.5 വരെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് ആൻസർ കിട്ടുക? 1/2 മുതൽ 12.5 വരെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് ആൻസർ കിട്ടുക? ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നേരെ ആൻസറിലേക്ക് പോകാം. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് Sn = n/2 × x1 + xn എന്നുള്ള ഇക്വേഷനാണ്. ഇവിടെ നോക്കുക, 51, 52, 53 അങ്ങനെ പോയിട്ട് 70 വരെയുള്ള സംഖ്യകളുണ്ട് അല്ലേ? അപ്പോൾ 51 മുതൽ 70 വരെയുള്ള സംഖ്യകൾ എന്ന് പറയുമ്പോൾ എത്ര സംഖ്യകളുണ്ട്? 20 സംഖ്യകളുണ്ട്. അപ്പോൾ ഞാൻ എന്ത് എഴുതി? 20/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. ആദ്യ പദം എത്രയാണ്? 51. അവസാന പദം 70. 20/2 ചെയ്തപ്പോൾ 10 എന്ന് കിട്ടി. ശ്രദ്ധിക്കുക, 20/2 ചെയ്തപ്പോൾ 10 എന്ന് കിട്ടി. 51ഉം 70ഉം കൂട്ടി 121 കിട്ടി. അപ്പോൾ 10 × 121 1210. എളുപ്പത്തിൽ ചെയ്യാലോ. ഇനി രണ്ടാമത്തെ നോക്കുക, 1.5, 2.5, 3.5, 4.5 അങ്ങനെ 12.5 വരെ പോകുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ എത്ര സംഖ്യകളുണ്ട്? എത്ര ടേംസ് ഉണ്ട്? എത്ര പദങ്ങളുണ്ട്? 12 പദങ്ങൾ. 1.5, 2.5, 3.5, 4.5 അങ്ങനെ 12.5 വരെയാണ്. അപ്പോൾ എത്ര ഉണ്ടാവും? 12 എണ്ണം. അപ്പോൾ എഴുതി 12/2 ഇൻറ്റു ആദ്യ പദം എത്രയാണ്? 1.5. അവസാന പദം 12.5. അപ്പോൾ 12/2 ചെയ്യുമ്പോൾ 6 എന്ന് കിട്ടി. 1.5യും 12.5യും കൂട്ടിയപ്പോൾ 14 കിട്ടി. 6 × 14 84. ഈസി ആയിട്ട് ചെയ്യാം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഈസി ക്വസ്റ്റ്യൻ ആണേ. 1/2, 1, 1.5, 2, 2.5, 3, 3.5 അങ്ങനെ പോകുന്നതാണ്. അങ്ങനെ 12.5 വരെ പോകുമ്പോൾ എത്ര ഉണ്ടാവും? അതിൻ്റെ ഇരട്ടി ഉണ്ടാവും. കാരണം 1/2 ഒന്നാവാൻ 2 വേണം. അപ്പോൾ 12.5 വരെ എത്താൻ വേണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ ഇരട്ടി വേണം. അപ്പോൾ എത്ര വരിക? 25 പദങ്ങൾ വരും. ഓക്കെ, 1/2, 1, 1.5, 2 അപ്പോൾ തന്നെ 4 ആയി അല്ലേ? ഇതേപോലെ 12 വരെ പോകുമ്പോൾ 24 ആവും. 12.5 വരെ വരുമ്പോൾ 25 ആവും. അപ്പോൾ 25/2 ഇൻറ്റു ആദ്യ പദം 1/2 പ്ലസ് അവസാന പദം 12.5. അപ്പോൾ 25/2 12.5. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇവിടെ 1/2യും 12.5യും കൂട്ടിയപ്പോൾ 13. അപ്പോൾ 12.5 ഇൻറ്റു 13 ചെയ്യുമ്പോൾ 162.5 എന്ന് കിട്ടും. ഓക്കെ, ഇത് ചെയ്ത് നോക്കുക തന്നെ വേണം. ഹെഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാലും ചില ആളുകൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മുടെ 7th ക്വസ്റ്റ്യനിലേക്ക്. 16, 24, 32 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ കുറേ പദങ്ങളുടെ തുകയുടെ കൂടെ 9 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ പൂർണ്ണവർഗമാണെന്ന് തെളിയിക്കുക. ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കുക. 16, 24, 32 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ കുറേ പദങ്ങളുടെ തുകയുടെ കൂടെ 9 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ പൂർണ്ണവർഗമാണെന്ന് തെളിയിക്കുക. പ്രൂവ് ദാറ്റ് ദ സം ഓഫ് എനി നമ്പർ ഓഫ് ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 16, 24, 32 സ്റ്റാർട്ടിംഗ് ഫ്രം ദി ഫസ്റ്റ് ആഡഡ് ടു 9 ഗിവ്സ് എ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരത്തിൽ പ്രൂവ് ദാറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് എപ്പോഴും പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ്, പ്രൂവ് ദാറ്റ് ദ സം ഓഫ് എനി നമ്പർ ഓഫ് ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 16, 24, 32 എന്നുള്ള പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രൂവ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതി വയ്ക്കുക. സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതി വയ്ക്കുക. ഏത് തെളിയിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് എഴുതി വെക്കണം ആദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോകാം. 16, 24, 32 എന്നുള്ള സമാന്തര ശ്രേണിയാണ്. അതിൻ്റെ ബീജഗണിത രൂപങ്ങൾ എഴുതി വെച്ചു. xn = dn + x1 - d.
അത് എഴുതി വെച്ചു. ഇനി ഡിയുടെ സ്ഥാനത്ത് ഇവിടെ പൊതുവ്യത്യാസം എത്രയാണ്? 8 അപ്പോൾ 8n+. ആദ്യ പദം 16. ആ 16-ൽ നിന്ന് പൊതുവ്യത്യാസമായിട്ടുള്ള 8 കുറയ്ക്കുമ്പോൾ 8 കിട്ടും. 8n+8 എന്നുള്ളതാണ് നമ്മുടെ തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ന് പറയുന്നത്. അതുപോലെ എഴുതി വെച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? തുകയുടെ ബീജഗണിത രൂപം. അപ്പോൾ നമ്മൾ എഴുതി വെച്ചു Sn = d/2n² + x1 - d/2 × n. d/2 × n². d/2 എന്ന് പറയുമ്പോൾ എന്താണ്? പൊതുവ്യത്യാസത്തിൻ്റെ പകുതി. അതെത്രയാണ്? 4n അല്ലേ? 4 എന്ന് കിട്ടും. പൊതുവ്യത്യാസം 8 അതിൻ്റെ പകുതി 4. അതിൻ്റെ കൂട്ടത്തിൽ ഒരു n² കൊടുക്കുക. ഇനി x1 - d/2. x1 എന്ന് പറയുന്നത് ആദ്യ പദം 16. അതിൽ നിന്നും പൊതുവ്യത്യാസത്തിൻ്റെ പകുതി കുറയ്ക്കുക. പൊതുവ്യത്യാസം 8 8ൻ്റെ പകുതി 4. അപ്പോൾ 16 നിന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ 12 × n. അപ്പോൾ 4n² + 12n അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഈ സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിത രൂപം. ഇനി ഇതിനോട് കൂടി 9 കൂട്ടിയാൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനോട് കൂടി 9 കൂട്ടിയാൽ, അപ്പോൾ നമ്മൾ 9 ആഡ് ചെയ്തു. അപ്പോൾ 4n² + 12n + 9 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, പൂർണ്ണവർഗ സംഖ്യയാണ് കിട്ടുക എന്നാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇതിനെ ചുരുക്കിയിട്ട് ഇതുപോലെ എഴുതി. എങ്ങനെ എഴുതി? 2n + 3 2, a + b2 രൂപത്തിൽ അങ്ങ് എഴുതി അല്ലേ? a + b2 രൂപത്തിൽ അങ്ങോട്ട് എഴുതി. അപ്പോൾ എന്താ കിട്ടുക? 2n + 3 2 എന്ന് കിട്ടും അല്ലേ? 2n സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 4n സ്ക്വയർ കിട്ടും. 2 × 2n 4n, 4 × 3 12, 12n കിട്ടും. 3ൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 9 കിട്ടും. അപ്പോൾ ഇതിനെ ഈ രീതിയിൽ എഴുതാം. അപ്പോൾ ഈ രീതിയിൽ എഴുതുന്ന ഏതൊരു നമ്പർ എന്തായിരിക്കും? പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുത്താലോ 2 കൊടുത്താലോ 3 കൊടുത്താലോ n ഏത് കൗണ്ടിങ് നമ്പർ ആയി കഴിഞ്ഞാലും അല്ലേ, അതിൻ്റെ കൂടെ +3 കൂട്ടിയിട്ട് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും എന്താ കിട്ടുക? ഒരു നമ്പറിൻ്റെ സ്ക്വയർ തന്നെയാണ് കിട്ടുക. പെർഫെക്റ്റ് സ്ക്വയർ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ 2 സ്റ്റെപ്പായിട്ട് എഴുതി വയ്ക്കുക. ആദ്യം ബീജഗണിത രൂപത്തിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതി വയ്ക്കുക. അത് എഴുതി വെച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, എങ്കിലും നിങ്ങളത് എഴുതി വയ്ക്കുമ്പോൾ ഒരു മാർക്ക് കൺസിഡർ ചെയ്ത് തരാറുണ്ട്. അതുകൊണ്ടാണ് അത് എഴുതി വയ്ക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പിൽ സമ്മിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ, തുകയുടെ ബീജഗണിത രൂപം, ദെൻ അതിൻ്റെ ലാസ്റ്റ് ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ. ഇതാണ് നമ്മൾ പറഞ്ഞത് പാറ്റേൺ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണെന്ന്. ഇവിടെ നോക്കിക്കേ, 1 2 3 4 5 6 7 8 9 10. ആദ്യത്തെ റോയിൽ 1, രണ്ടാമത്തെ റോയിൽ 2, മൂന്നാമത്തെ റോയിൽ 3, നാലാമത്തെ റോയിൽ 4 അല്ലേ? നാലാമത്തെ വരിയിൽ 4. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ സീക്വൻസിലെ ഈ പാറ്റേണിലെ അടുത്ത 2 വരികൾ എഴുതുക. റൈറ്റ് ദി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പേഴ്സ് ഓഫ് ദി 10th ലൈൻ. നോക്കുക, മുകളിൽ എഴുതിയ സംഖ്യാക്രമത്തിലെ അടുത്ത 2 വരികൾ എഴുതുക. 10ാം വരിയിലെ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ എഴുതുക. ആദ്യത്തെ 10 വരികളിലെയും സംഖ്യകളുടെ തുക കാണുക അല്ലേ? ഫൈൻഡ് ദി സം ഓഫ് ദി നമ്പേഴ്സ് ഇൻ ദി 10th ലൈൻ അല്ലേ? 10ാമത്തെ വരിയിൽ എല്ലാ സംഖ്യകളും കൂട്ടിയാൽ എത്ര കിട്ടുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 10 വരിയിലെയും എല്ലാ സംഖ്യകളും കൂട്ടിക്കഴിഞ്ഞാൽ 1 മുതൽ 10 വരെയുള്ള റോയിലെ എല്ലാ നമ്പേഴ്സും കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് ആൻസർ കിട്ടുക? ഇത് ഞാനൊരു ഷോർട്ട് കട്ടിലാണ് ആൻസർ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ n-ാം വരിയിലെ ഇത്തരത്തിലുള്ള സീക്വൻസ് ആണെങ്കിൽ നോക്കുക, 1, അതിൻ്റെ തൊട്ട് താഴെ 2, അതിൻ്റെ തൊട്ട് താഴെ 3. ഈ രീതിയിൽ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകുന്ന ഒരു ട്രയാങ്കുലർ ഷേപ്പിലുള്ള അല്ലേ? ഇപ്പോൾ ഇവിടെ വലതുവശത്ത് കാണിച്ചിരിക്കുന്ന ഈ ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഈ ഒരു പാറ്റേൺ ആണ് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ ആ പാറ്റേൺ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. n-ാം വരിയിലെ ആദ്യ പദം, എത്രാമത്തെ വരിയിലെയും ആദ്യ പദം കണ്ടെത്താം. 200ാമത്തെ വരിയിലെ ആദ്യ പദം കണ്ടെത്തണോ? ഈസി ആയിട്ട് കണ്ടെത്താം അല്ലേ? ഇനി 500 ആണെങ്കിൽ 1000 ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താം. അതിനുള്ള ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. n-ാം വരിയിലെ ആദ്യ പദം, ഫസ്റ്റ് ടേം ഇൻ ദി nth ലൈൻ, x1 + n × n - 1 × d/2. അപ്പോൾ നോക്കുക, നമുക്ക് കണ്ടെത്തേണ്ടത് ഈ ശ്രേണിയിലെ അടുത്ത 2 വരികൾ നമ്മൾ എഴുതി വെച്ചു. 11 12 13 14 15 16 17 18 19 20 21. കാരണം അവിടെയൊക്കെ പൊതുവ്യത്യാസം 1 ആണ്. ഇനി നമുക്ക് എന്താ കണ്ടെത്തേണ്ടത്? 10ാമത്തെ വരിയിലെ ആദ്യ പദം അല്ലേ? റൈറ്റ് ദി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം ഓഫ് ദി 10th ലൈൻ. 10ാമത്തെ വരിയിലെ ആദ്യ പദം കണ്ടെത്തണം. അപ്പോൾ 10ാമത്തെ വരിയിലെ ആദ്യ പദം കണ്ടെത്താൻ എന്ത് ചെയ്തു? ഞാൻ ഇക്വേഷൻ ഉപയോഗിച്ചു. x1 എന്ന് പറയുമ്പോൾ എന്താണ്? ആദ്യ പദം. ഈ ശ്രേണിയിൽ വരുന്ന പാറ്റേണിൽ വരുന്ന ഫസ്റ്റ് ടേം എത്രയാണ്? 1. അത് എഴുതി വെച്ചു. ഇനി n എന്ന് പറയുമ്പോൾ എത്രാമത്തെ വരിയിലാണ് കണ്ടെത്തേണ്ടത്? 10ാമത്തെ വരിയിലെ 10th റോയിലാണ് അല്ലേ? അപ്പോൾ 10 കൊടുത്തു. 10 - 1 × d. പൊതു വ്യത്യാസം എത്ര? കോമൺ ഡിഫറൻസ്
1 ആണ്, ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അത് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന 1 പ്ലസ് ആദ്യം ഇത് ചെയ്യണം. 10 ഇൻറ്റു 10 മൈനസ് 1, 10 ഇൻറ്റു 9, 10 ഇൻറ്റു 9 90, 90 ബൈ 2 45, 45 പ്ലസ് 1 46. അപ്പോൾ 10ാമത്തെ വരിയിലെ ആദ്യ പദം എത്രയാണ്? 46. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 10ാമത്തെ വരിയിലെ അവസാന പദം എങ്ങനെ കണ്ടെത്തുക? അത് എളുപ്പമാണ്. നിങ്ങൾ ഈ ഒരു ശ്രേണിയിൽ നോക്കിക്കേ, കൃത്യമായിട്ട് മനസ്സിലാവും. ഇവിടെ 1 2 3 4, 5ാമത്തെ വരിയിലെ ആദ്യ പദം 11 ആണ് അല്ലേ? എന്നാൽ 5ാമത്തെ വരിയിലെ അവസാന പദം കിട്ടാൻ എന്താ ചെയ്യുക? 15 എന്ന് കിട്ടാൻ എന്താ ചെയ്യുക? നമുക്ക് അതിനൊരു എളുപ്പപ്പണിയുണ്ട്. എന്താ ചെയ്യുക? 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, ഇവിടെ 6ാമത്തെ വരിയിലെ ആദ്യ പദം കണ്ടെത്തുക. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് തന്നെ കണ്ടെത്തുക. അതിൽ നിന്ന് ഒരു പൊതുവ്യത്യാസത കുറയ്ക്കുക. അപ്പോൾ എവിടേക്കാണ് പോകുക? നേരെ ഡയറക്റ്റിൽ നമ്മൾ 15ലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ അതൊരു ടെക്നിക്കാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇവിടെ 10ാമത്തെ വരിയിലെ ആദ്യ പദം 11 ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ 5ാമത്തെ വരിയിലെ ആദ്യ പദം 11 സങ്കല്പിക്കുക. ഇനി അങ്ങനെയാണെങ്കിൽ 5ാമത്തെ വരിയിലെ അവസാന പദം കണ്ടെത്താൻ എന്താ പറഞ്ഞത്? 6ാമത്തെ വരിയിലെ ആദ്യ പദം കണ്ടെത്തുക. അതിനൊരു പൊതുവ്യത്യാസം കുറച്ച് കഴിഞ്ഞാൽ 5ാമത്തെ വരിയിലെ അവസാന പദം കിട്ടും. അതേപോലെ തന്നെ 10ാമത്തെ വരിയിലെ അവസാന പദം കിട്ടാൻ എന്താ ചെയ്യുക? 11ാമത്തെ വരിയിലെ ആദ്യ പദം കണ്ടെത്തുക. അതിനൊരു പൊതുവ്യത്യാസം കുറയ്ക്കുക. അപ്പോൾ നേരെ 10ാമത്തെ വരിയിലെ അവസാനത്തെ പദത്തിലേക്ക് എത്തും. ഓക്കെ, ആ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുക. അല്ലെങ്കിൽ 10ാമത്തെ വരിയിൽ 10 സംഖ്യകളുണ്ടെന്ന് സങ്കല്പിക്കുക. അതിൽ ആദ്യത്തെ സംഖ്യ 46 ആണ് എങ്കിൽ ഇനി അതിൽ വരുന്ന 10ാമത്തെ സംഖ്യ x10 കണ്ടെത്തുക. അങ്ങനെയും ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ വീണ്ടും എഴുതി വെച്ചു. 11ാമത്തെ വരിയിലെ ആദ്യ പദം നോക്കി. സെയിം ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ നോക്കി. അപ്പോൾ നമുക്ക് കിട്ടിയ 56 ആണെന്ന് അല്ലേ? അങ്ങനെയാണെങ്കിൽ 56ൽ നിന്ന് ഒരു പൊതുവ്യത്യാസം കുറച്ചാൽ മതി. അപ്പോൾ 1 മൈനസ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടിയത്? 55. അപ്പോൾ നമുക്ക് കിട്ടി 10ാമത്തെ വരിയിലെ അവസാന പദം 55 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 55 വരെയുള്ള സംഖ്യകളുണ്ട്. 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ശ്രേണിയിൽ 55 വരെയുള്ള സംഖ്യകളുണ്ട്. 1 2 3 4 അങ്ങനെ 55 വരെയുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 മുതൽ 55 വരെയുള്ള സംഖ്യകളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ നേരത്തെ ഇക്വേഷൻസ് എഴുതി തന്നിരുന്നു അല്ലേ? അത് എടുത്തു വെക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ എണ്ണൽ സംഖ്യകളുടെ തുക, തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക, നാച്ചുറൽ നമ്പേഴ്സിന് സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് പോലെയാണ് വരുന്നത്. 1 മുതൽ 55 വരെ കൂട്ടാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. Sn = n × n+1/2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ 55 × 55 + 1/2 ചെയ്യുമ്പോൾ 1540 കിട്ടും. ആ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇനി അല്ല എങ്കിൽ വേറെ രണ്ടാമത്തെ രീതി എന്താണ്? n/2 × x1 + xn. നമ്മൾ നേരത്തെ പഠിച്ച കൺവെൻഷനൽ ആയിട്ടുള്ള രീതി. n/2 എത്ര പദങ്ങളുണ്ട്? 1 മുതൽ 55 വരെ 55/2 അല്ലേ? 55 പദങ്ങളുണ്ട്. അപ്പോൾ 55/2 ഫസ്റ്റ് ടേം എത്രയാണ്? 1. അവസാന പദം എത്രയാണ്? 55. 1 55 കൂട്ടുമ്പോൾ 56 കിട്ടും. 56നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 28 കിട്ടും. അപ്പോൾ 28 × 55 ചെയ്യുക. അപ്പോഴും 1540 കിട്ടും. അപ്പോൾ ഈ 2 രീതിയിൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. സിമിലർ പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. 4 7 10 13 16 19 22 25 28 31. ആ ഇക്വേഷനൊക്കെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഈ ഇങ്ങനെയുള്ള ഏത് രീതിയിലുള്ള ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഇത്തരത്തിൽ 1 2 3 4 ഇങ്ങനെ പറഞ്ഞു പോകുന്നവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഇക്വേഷൻ ഉപയോഗിക്കാം. മുകളിൽ എഴുതിയ സംഖ്യാക്രമത്തിലെ അടുത്ത 2 വരികൾ എഴുതുക. ഈസിയാണ്. അടുത്ത 2 നെക്സ്റ്റ് 2 ലൈൻസ് എഴുതുക നിങ്ങൾക്ക് വളരെ ഈസിയാണ്. 20ാമത്തെ വരിയിലെ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ എഴുതുക. ഈസി അല്ലേ? റൈറ്റ് ദി നെക്സ്റ്റ് 2 ലൈൻസ് ഓഫ് ദി പാറ്റേൺ എബോവ്. കാൽക്കുലേറ്റ് ദി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം ഓഫ് ദി 20th ലൈൻ. അപ്പോൾ നോക്കുക, ഫസ്റ്റ് ടേമിൻ്റെ nth ലൈൻ നമ്മുടെ ഇക്വേഷൻ എന്താണ്? x1 + n × n-1 × d/2. ഇവിടെ 2 ലൈൻസ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഫസ്റ്റ് ടേമിൻ്റെ 20th ലൈൻ 20ാമത്തെ വരിയിലെ ആദ്യ പദവും അവസാന പദവും കണ്ടെത്തണം. 20ാമത്തെ വരിയിലെ ആദ്യ പദം കണ്ടെത്താൻ എന്ത് ചെയ്യുക? x1ൻ്റെ സ്ഥാനത്ത് 4 കൊടുക്കുക. 4 + 20 × 20 - 1 × d. പൊതുവ്യത്യാസം എത്രയാണ് ഇവിടെ? 4 3 അല്ലേ? 4 7 10 13 16 ആണ്. അപ്പോൾ 3 ആണ്. അപ്പോൾ 3 കൊടുത്തു ഡിവൈഡഡ് ബൈ 2. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 574. അപ്പോൾ 20ാമത്തെ വരിയിലെ ആദ്യ പദം 574 കിട്ടി. ഇനി അവസാന പദം കിട്ടാൻ എന്താ ചെയ്യുക? 21ാമത്തെ വരിയിലെ ആദ്യ പദം കണ്ടെത്തുക. അതിന് പൊതുവ്യത്യാസം കുറയ്ക്കുക. അപ്പോൾ 21ാമത്തെ വരിയിലെ ആദ്യ പദം കണ്ടെത്തി നമുക്ക് എത്ര കിട്ടി? 634 കിട്ടി. ഇനി അതിൽ നിന്നും പൊതുവ്യത്യാസമായിട്ടുള്ള 3 കുറയ്ക്കുക. അപ്പോൾ 634 - 3 ചെയ്യുമ്പോൾ 631 എന്ന് ലഭിക്കുന്നു. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയാണ് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരുപാട് ഇക്വേഷൻസ് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഷോർട്ട് കട്ടുകൾ പഠിച്ചിട്ടുണ്ട്. ആ ഷോർട്ട് കട്ടുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. നമുക്ക് പ്രോബ്ലം എളുപ്പത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റും. ഓക്കെ,
പല രീതിയുണ്ട് പ്രോബ്ലം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്, പല മെത്തേഡുകൾ പറഞ്ഞു തരുന്നുണ്ട്, അതിൽ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് മാത്രം നിങ്ങൾ ഫോളോ ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ.